എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണത്. അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യണ കാരണം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ. ഇവരുടെ കമൻറ്റുകൾ കണ്ടാലും അതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഫേക്ക് കമൻസുകൾ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ കുറേ ശത്രുക്കളുണ്ടല്ലോ. അപ്പോൾ ആ ശത്രുക്കൾ പലതും ചിലപ്പോൾ ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ അവളത് ഈ കമൻറ്റ് വെച്ചിട്ടും വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ വെച്ചിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന കുറേ കമൻറ്റുകളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫിൽ ഇന്നെ ഏറ്റവും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾ. അപ്പോൾ ആ ഇഷ്ടപ്പെട്ട ആൾക്ക് പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് ഉപകാരത്തിനല്ല, ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തോണേ. സോ ആ ഉപദ്രവമാണ് ഇതിലൊക്കെ കാണുന്നത്. അപ്പോൾ എന്നെ മനസ്സിലാക്കാത്ത ആൾക്കാർ ഓക്കെ ഒരു ഫിലിം സ്റ്റാറിനെ കെട്ടാനുള്ള യോഗ്യതയില്ല, കാണാൻ ഭംഗിയില്ല, അതൊന്നും ഇന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയല്ല. സോ അങ്ങനത്തെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടു. അതൊന്നും എടുക്കാണ്ട് ഇവരുടെ മാത്രം കമൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണൽ വരണ PR വർക്ക് മാത്രമല്ല, പേഴ്സണലി ഇവരുടെ പല വീഡിയോകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കണം. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാണ്ട് നമ്മളതിനെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സോ ഓക്കെ, നമുക്ക് ആദ്യത്തെ കമൻറ്റിലേക്ക് അടക്കാം. ഇഫ് യു വിഷ് ഹിസ് liver to stop working, either you or your family member heart might stop working. That's what hate does. So put your brain to work and think positive. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഗുണ്ടായിസ് ഇതൊക്കെ വിട്ടിട്ട് കൂടോത്രം തുടങ്ങിയിട്ടുണ്ടോയെന്നാണ്. കാരണം ഒരു 10-30 ദിവസം മുമ്പ് എൻ്റെ ഡാഡിക്ക് ചെസ്റ്റ് പെയിൻ വന്ന് നോക്കുമ്പോൾ 3 ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര സിവിയർ ആയിരുന്നു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മാത്രമല്ല കൂടോത്രത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പ്രേതബാധ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പല തരത്തിൽ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികൾ വേറി. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, അവർ ഗുണ്ടായിസം വിട്ടിട്ട് വേറെ പരിപാടിക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നി. ഈ കമൻറ്റ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ആൾക്കാർ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യം. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. കാരണം ഓക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പേടിച്ചിട്ട് ചെയ്തു. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വേറെ ഒരു ഇതായിട്ട് പോയിട്ടടക്കം എൻ്റെ പിന്നാലെ വന്നിട്ട് പല നെഗറ്റീവ് ആൾക്കാരെ കൊണ്ടും എൻ്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മളെല്ലാം പറഞ്ഞ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ലീഗലി കൊടുക്കാം എന്നുള്ള കാര്യം, ലീഗലി കൊടുക്കാം. പക്ഷേ അതിനൊക്കെ അറിയില്ല എനിക്ക് എന്താ അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഞാൻ ലോയറിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറയണു. കേസിന് അത്ര സ്ട്രോങ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെറ്റ്സ് ഉണ്ടാവണം, അങ്ങനെ ഇങ്ങനെ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ നമ്മൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലല്ലോ നമ്മൾ അത് ചെയ്യണത്. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടി കിട്ടുന്നതാണല്ലോ. അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലല്ലോ നമ്മൾ അടി കിട്ടുന്നത്, ക്യാമറ ഫോക്കസിലല്ലോ എടുക്കണത്. അപ്പോൾ അങ്ങനത്തെ തെളിവുകൾ ഇല്ല. അടി കിട്ടിയാൽ ഞാനപ്പോൾ കേസ് കൊടുക്കായിരുന്നു. ഞാൻ ആകെ ചെയ്തത് പാലാരിവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല. അത് ഞാൻ ചെയ്തിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു സ്നേഹമാണോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ലിവർ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ അതെന്താണാവും അന്ന് എന്തോ കൊടുക്കാൻ തോന്നിയില്ല, ചിലപ്പോൾ അതും പേടിച്ചിട്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ്. കാശുണ്ട്, മണീൻ്റെ, പവറുണ്ട്. ഞാൻ പല സമയത്ത് ഗുണ്ടകൾ വരുന്ന കണ്ടുണ്ട്, പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടുണ്ട്, പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്ന കണ്ടുണ്ട്. മാത്രമല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ്, ആ കേസിലെ ഈവൻ ഇപ്പോൾ IAS പഠിക്കാനുള്ളൊരു കേസൊക്കെയാണെന്ന് പറഞ്ഞത്, അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത്, അത്ര ആൾക്കാരനെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത്ര സീക്രട്ടായിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരനെ അറസ്റ്റ് ചെയ്യണതിൻ്റെ 6 മാസം മുമ്പ് ഇങ്ങേർക്ക് ഒരു SP ഇയാളിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്യണം, ഇനി ഇന്നെ വിളിക്കേണ്ട, നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണോ എന്നറിയില്ല. കാരണം 100% സംസാരിക്കുന്നതിൽ 80% മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് വെറുതെ പൊങ്ങച്ചൻ പറഞ്ഞാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കേണ്ട. കാരണം സീക്രട്ടായിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ്. കാരണം SP റാങ്കിലുള്ള ഒരാൾ ഇതൊക്കെ വിളിച്ച് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ആ കേസ് നടക്കുന്ന സമയത്ത് അന്ന് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് എല്ലാ ന്യൂസ് ചാനലിലും കൊണ്ടുപോയി പിടിച്ചിട്ട് ഇരുത്തിയായിരുന്നു.
അത് എൻ്റെ ഇഷ്ടത്തിൽ ഇരുത്തിയിട്ടല്ല. അന്ന് ഇരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവരധികം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള ഒറ്റ ഒരു കേസിന് കൊണ്ടാണ് എല്ലാ ഇൻ്റർവ്യൂവിലും എന്നെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിരുന്നത്. മാത്രമല്ല നികേഷ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു ഭാര്യ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു ട്രോളാക്കിയിട്ട് എടുത്ത സംഭവമാണ്. അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മ ഇരിക്കുന്നുണ്ട്, ഇന്ന ഭാര്യ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസുകളാണ്. അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ എനിക്ക് പേടിയും അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വീഡിയോകളിൽ പറയാമെന്ന് വിചാരിക്കണം. മാത്രമല്ല ഈ കസ്തൂരിനെ എസ്പെഷ്യലി എടുത്തിട്ട് വെച്ചോണേ. കാരണം ഇത് ഞാൻ വിചാരിക്കുന്നതാണെങ്കിൽ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും ഉപദ്രവിച്ച ഒരാളിൽ വന്ന ഒരാളാണ് ഈ ഒരു, ഞാൻ ഗുണ്ടയാണെന്നും പറഞ്ഞില്ല. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റിലാണ് അത് വരുന്നത്. ഓക്കെ, വെയിറ്റ്. വീണ്ടും അടുത്ത കമൻറ്റ്. ഡു യു തിങ്ക് ബിഫോർ പുട്ടിങ് ദിസ് വീഡിയോ ഷീ സേസ് ഇൻ ഹർ പോസ്റ്റ് ഡാഷ് ത്രെറ്റൻഡ് ഹെർ അബൌട്ട് ഹെർ മെൻ്റൽ ഇൽനെസ്. അതെ, മെൻ്റൽ ഇൽനെസ്സിനെ പറ്റിയിട്ട് ത്രെറ്റൻ ചെയ്തു എന്നും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ഐ ഡി എന്ന് വന്ന കമൻറ്റും, ആ കമൻറ്റ് എല്ലാവരും എടുത്തിട്ട് ആരാണ് ആ ഫേക്ക് ഐ ഡി എന്നും ആ ആളും ഇങ്ങേരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പല വീഡിയോകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ മെഡിക്കേഷൻസ് ഷീ ടുക്ക്. ഓക്കെ, മെഡിക്കേഷൻസ് ഷീ ടുക്ക് ഇവർക്ക് എങ്ങനെ അറിയണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. ഇത്ര കാലം ഞാൻ പ്രഗ്നൻ്റ് ആവില്ല എന്നാണല്ലോ പറഞ്ഞോണേ. പല തവണയും ഇൻ്റർവ്യൂവിൽ ഞാൻ പ്രഗ്നൻ്റ് ആവില്ല, അവൾക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എവിടെ നിന്നാണോ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻ്റ് എന്ന് മാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇവൾക്ക് പ്രഗ്നൻസി ആവില്ല എന്ന് ഈ ഒരു മനുഷ്യൻ പല ഇൻ്റർവ്യൂകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കെട്ടണേന്നോ അങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടോ, ഒന്നും ഡയറക്റ്റ്ലി പറയുന്നില്ലല്ലോ. ഞാൻ ഡയറക്റ്റ്ലി ഒന്നും പറയുന്നില്ലല്ലോ, അത് ഇൻഡയറക്റ്റ്ലിയാണ് പറയണത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷീ ഓൾസോ ഹാസ് പാരനോയോ ആൻഡ് ബിലീവ്സ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഗുണ്ടയാന്ന് വിചാരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നോട്ട്, ഗുണ്ടയാന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പിന്നെ പാരനോയ ഉണ്ടെന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കണം. നിങ്ങൾ സൈക്കാട്രിസ്റ്റാന്ന് എനിക്ക് തോന്നണില്ല, അത് വേറെ കാര്യം. പിന്നെ ഗുണ്ടയാണോ? ഗുണ്ടയല്ല. നിങ്ങളതിനെ പല സ്ഥലത്തും ഓക്കെ അടുത്ത കമൻറ്റിൽ വരുന്നുണ്ട്. ആ കമൻറ്റ് വരുമ്പോൾ ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഗുണ്ടയാണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് വേറെ സപ്ലയറാണോ എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, I am not sure if she has real fear or pretending like that so that she has a reason to validate all the bad things she says about on the video. വീഡിയോയിൽ പറഞ്ഞ പോലെ ബാഡ് തിങ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിയർ ചെയ്യണമാണോ? അത് നിങ്ങളുടെ ഇഷ്ടം, അതെങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. ചിലപ്പോൾ അത് ഫിയർ ആയിരിക്കാം, അത് ചിലപ്പോൾ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അത് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അത് അന്വേഷിച്ചാലല്ലേ കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ. അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് കേസ് കൊടുക്ക്. ഐ ആം ജസ്റ്റ് ആൻ ആവറേജ് കമൻറ്റർ ലൈക്ക് എവരി വൺ എൽസ്. പക്ഷേ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം, ക്യാഷിലാണ് സപ്പോർട്ട് ചെയ്തത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷേ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, വെൽ സ്റ്റഡീഡ് ആളാണ്. വീട്ടിലത്തെ കാര്യം അറിയാം, നാട്ടിലത്തെ കാര്യം അറിയാം. അതുപോലെ തന്നെ എന്തുകൊണ്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്, മെഡിക്കേഷൻസ് ടുക്ക്, ഇതൊന്നും ആ കമൻറ്റിൽ ഞാൻ കണ്ടില്ല. ആകെ സൈക്കാട്രിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അതൊക്കെ അതൊക്കെ പറഞ്ഞ് ആൾക്കാരോട് വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റും അതുപോലെ തന്നെ മെഡിക്കേഷൻ ടുക്കൊക്കെ പുള്ളിക്കാരുടെ അഡീഷനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ശരിക്കും? ഇല്ലില്ല, നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾ കറക്റ്റ് അവരുടെ ആളാണ്. കൊടുക്കാനുള്ള ആൾക്കാർ വേറെ കമൻറ്റുകൾ ഇട്ടുണ്ട്, അതൊന്നും ഞാൻ ഇതിൽ ആദ്യം കാണിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ജസ്റ്റ് ബിക്കോസ് ഹീ ഈസ് എ മാൻ ആൻഡ് സം വാട്ട് വെൽത്തി ഡസൻ മീൻ ഹി ഹാസ് നോ ഫീലിങ്സ് ഓർ വാല്യൂ ഓർ ഹാസ് ടു. അങ്ങനെയൊന്നുമില്ല. നല്ല കാശുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങളെ എനിക്ക് ഒരു അച്ഛനും 2 ചേട്ടന്മാരും ഉണ്ട്. അതുകൊണ്ടൊന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ബാക്കിയുള്ളവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നു. ഓൾ ഓവർ ഹെർ സ്പീച്ച് ഷീ ഈസ് എൻ ഏഞ്ചൽ ഹൂ ഡിഡ്ന്റ് ഡു എനി റോങ്. ഞാൻ എവിടെയാണ് ഏഞ്ചലാന്ന് പറഞ്ഞത്? പക്ഷേ ചില ആൾക്കാർ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ഗോൾഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോയിട്ടല്ല, ഇറക്കി വിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂവിൽ വേറെ പല പെണ്ണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് അതറിയാത്ത പോലെ ഇൻ്റർവ്യൂറും ചോദിക്കുന്നുണ്ട്, എലിസബത്തിന് എങ്ങനെയുണ്ട്? എലിസബത്ത് ഗോൾഡാണ്, പക്ഷേ ഞങ്ങളുടെ വിധി ഞങ്ങളെ ഒരുമിച്ചാക്കിയില്ല. ഇഫ് ഷീ വാസ് എൻ ഏഞ്ചൽ വൈ വുഡ് എ ഗായ് ലീവ്? പുള്ളിയുടെ വീട്ടിൽ തന്നെ ഇല്ലേ, എവിടുന്നാണ് ലീവ് ചെയ്തത്? At one point she says she is the one who left him. Anyway, it's clear she has some serious mental illness. Oh my god. നിങ്ങൾക്ക് സൈക്കാട്രിയിൽ ഇതുണ്ടെന്നൊക്കെ. എനിക്ക് ഡിപ്രഷൻ എടുക്കുന്നുണ്ട്, ഞാൻ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അത് ആക്ച്വലി സീരിയസ് മെൻ്റൽ ഇൽനെസ് തന്നെയാണ്. അത് മെൻ്റൽ ഇൽനെസ്സിൽ പെടാത്ത സാധനമൊന്നുമല്ല. സൈക്കാട്രിസ്റ്റ് തന്നെയാണ് അത് കാണുന്നത്. ഹൗ ക്യാൻ എ മാൻ ഓർ വുമൻ ലിവ് എ ലോങ് ടേം ലൈഫ് വിത്ത് സമ്മൺ വിത്ത് മെൻ്റൽ ഇൽനെസ്? അതൊക്കെ അറിയില്ല. അത് എന്നോടും ആക്ച്വലി ചോദിക്കണം, അതെങ്ങനെ ഇത്ര കാലം ജീവിക്കാൻ പറ്റിയെന്ന്. Indian law doesn't allow marriage of those with mental illness, and Indian medical board doesn't allow doctors with mental illness to practice. Oh my god. നിങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ ബോർഡിലുണ്ടോ? ഇന്ത്യൻ മെഡിക്കൽ ബോർഡിലുള്ള ആൾക്കാരൊന്ന് ആൻസർ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസ്സും കിട്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഞാൻ ഒരിക്കലും ഓൾറെഡി എൻ്റെ എൻട്രൻസ് നിർത്തി ഇന്ന എക്സാം എഴുതിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്ത് MBBS കഴിഞ്ഞില്ലേ, MDക്ക് പോകണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് അവളെ MBBS ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ്. കാരണം ആദ്യത്തെ ഒരു തവണ ഞാൻ ഇല്ല പുള്ളിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല. തോറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെ തോറ്റു, അത്രേ ഉള്ളൂ. ഞാൻ തോറ്റിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുക, അത് വേറെ. പിന്നെ എനിക്കപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ആഗ്രഹമാണ്. അത് എനിക്കും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇനി വർക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകണില്ല. ഞാൻ ജോലി ചെയ്തിട്ട് ഇവിടെ കാശ് ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള അത്യാവശ്യം ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അതാലോചിച്ചിട്ട് പേടിക്കും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അയ്യോ ആ പാവഞ്ഞ് പട്ടിണി എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ആ കാര്യത്തിൽ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കേണ്ട. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക. ഓ മൈ ഗോഡ്, ഡസൻറ്റ് അലൗ ഡോക്ടേഴ്സ് വിത്ത് മെൻ്റൽ ഇൽനെസ് ടു പ്രാക്ടീസ്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒന്ന് IMA ആയിട്ടും അതുപോലെ തന്നെ ബാക്കി കൺസേൺഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ടൊക്കെ ചോദിക്കണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് അല്ലേ ഈ കേസ്. സീരിയസ്ലി എനിക്കുള്ള ഡൗട്ട്. അതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് അത് ഞാൻ പറയുന്നില്ല. ഈസ് എലിസബത്ത് ആൻഡ് അമൃത ഫോക്കസ് ഓൺ ബോയ്ലസ് പ്രോപ്പർട്ടി നൗ? ഓ അങ്ങനെ നിങ്ങൾ തന്നെ ഒരു കമൻറ്റിൽ ഉറപ്പിച്ചിരിക്കണം. നിങ്ങൾ പറയണോ ലീഗലി മാരീഡ് ചെയ്തിട്ടില്ല എന്ന്. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു ബന്ധമില്ല, അവൾ വെറുതെ കിടക്കാൻ പോയതാണ്. എന്നിട്ട് പറഞ്ഞു പ്രോപ്പർട്ടീനെ ഫോക്കസ് ചെയ്യണമെന്ന്. രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടല്ലേ ഉണ്ടാക്കുക അങ്ങനെ പ്രോപ്പർട്ടിയിൽ കണ്ണുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾ തന്നെ രണ്ടും അതായത് ഒന്നിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ തന്നെ ഇടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആർ ദേ ഫീലിംഗ് ജലസ് ഓഫ് ദിസ് ഹാപ്പി ലൈഫ്? അത് ഹാപ്പി ലൈഫാണോ? ഞാൻ ആ ലൈഫ് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ അത് ഹാപ്പി ലൈഫാണോ എന്ന്. ആർ ദേ വർക്കിംഗ് ആസ് എ ടീം? ഇതുവരെ വർക്കിംഗ് ആസ് എ ടീം അല്ല. വേണമെങ്കിൽ ആലോചിക്കാം, ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബാക്കിയുള്ള സ്റ്റോറി കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയോ? അത് യൂട്യൂബറിനോടാണ്. നിങ്ങൾ അവരോട് കോൺടാക്ട് ചെയ്തിട്ട് സ്റ്റോറി കിട്ടിയോ? കുറേ ആൾക്കാരോട്, കുറേ മീഡിയ ആൾക്കാർക്ക് ഒരു ബക്കാടര കുപ്പിയും അതുപോലെ തന്നെ 5,000 10,000 കൊണ്ട് കൊടുത്തിട്ട് കുറേ യൂട്യൂബേഴ്സിനെ കൊണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ഇടിപ്പിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെയാണല്ലോ നിന്നായിരുന്നത്. ഇനി അതിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ പേരും എനിക്കറിയാം. അപ്പോൾ ഞാൻ അവരൊക്കെ ഇത് കണ്ടിട്ട് തിരിച്ച് ഉണ്ടാക്കാൻ വരുമോ എന്നറിയില്ല. ഉണ്ടായിക്കോട്ടെ, കാര്യം ഉണ്ടാക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനാണ് വന്നോണേ. ഞാൻ ഈ FB ഡിലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമല്ല എന്ന് മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ഇവരുടെ ആൾക്കാർ ഇത് പൊട്ടിച്ചു, അല്ലെങ്കിൽ ഗവൺമെൻറ്റായിട്ട് എൻ്റെ FB ഡിലീറ്റ് ആക്കി. അതായത് പല സത്യങ്ങളും പുറത്തു വരണ്ടായെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അത് ചെയ്തു, അത്രേ ഉള്ളൂ. സീരിയസ്ലി ഡൗട്ട്. നിങ്ങളിങ്ങനെ വിരോധാഭാസമുള്ള കമൻറ്റുകളൊക്കെ ഇട്ടാൽ എന്താ ചെയ്യുക? ഐ വിഷ് യു ടു ഇമോഷണലി ഹീൽ, മൂവ് ഓൺ, ഗെറ്റ് മാരീഡ് ടു റൈറ്റ് പാർട്ട്ണർ ആൻഡ് ലിവ് എ ഗുഡ് ലൈഫ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കമൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവർക്ക് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇവരെന്നെ ഇന്നെ അഡ്വൈസ് ചെയ്യണു റൈറ്റ് പാർട്ട്ണറിനെ കണ്ടുപിടിച്ചിട്ട് ഗുഡ് ലൈഫ് ലീഡ് ചെയ്യാൻ. അപ്പോൾ ഞാനേ കണ്ടു 2-3 ഈ കസ്തൂരിയസിൻ്റെ കമൻറ്റ്. അപ്പോൾ പല അക്കൗണ്ടിൽ നിന്ന് പല ആൾക്കാരാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം? എന്നാൽ ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടെങ്കിലും വേറെ വേറെ പേരിൽ നിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോടെ. അതോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണോ ഒരു കസ്തൂരിയുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാക്കണം? അതോ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആരോടെങ്കിലും ദേഷ്യം ഇന്നെപ്പോലെ ദേഷ്യമുള്ള വേറൊരു പെണ്ണിൻ്റെ പേര് വെച്ചിട്ട് അതിൽ അക്കൗണ്ട് തുടങ്ങിയതാണോ? അറിയില്ല. എനിവേ, ലിവിങ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ട്രൈങ് ടു ലേബിൾ ഹിം ആസ് എ ബാഡ് വോണ്ട് ഹെൽപ്പ് യു ഹീൽ ഇൻ എനിവേ. എനിക്കിത്തിരി സന്തോഷമുണ്ട് ആക്ച്വലി, സത്യമായിട്ട്. കാരണം ഞാൻ കുറേ കാലമായിട്ട് പേടി കാരണം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇനി എല്ലാ കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഇങ്ങനത്തെ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. സോ എനിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I don't hate Kerala, but it's the other way around that makes me very cautious about Kerala. വീണ്ടും കേരളത്തിനെ പറ്റിയിട്ട്. കേരളൈറ്റ്സ് ഹാവ് കൾച്ചറൽ റേസിസം. ഓക്കെ, റേസിസ്റ്റുകളാണ് ടുവേർഡ്സ് തമിഴ് ആൻഡ് ഹേർഡ് അബൌട്ട് മെനി ബാഡ് ഇൻസിഡൻറ്റ്സ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളും അതുപോലെ തന്നെ വിജയ്, അതുപോലെ തന്നെ രജനികാന്ത്, അതുപോലെ സൂര്യ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സിനിമയെക്കാളും കൂടുതൽ കളക്ഷനൊക്കെ നേടുന്ന ഒരു സ്ഥലമാണ് കേരള. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ദെർഫോർ ഐ വോണ്ട് സപ്പോർട്ട് എ തമിഴ് മാരിയിങ് എ മലയാളി. എന്നിട്ട് സ്വന്തം സിസ്റ്ററും ബ്രദറൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ ഈ ഒരു മലയാളീനെ കെട്ടാൻ സമ്മതിച്ച്? അത് ഇതുപോലെ കളയാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങളുടെ ലിവറിൻ്റെ പ്രശ്നം കാരണം നിങ്ങൾക്കൊരു മെഡിക്കൽ ഹെൽപ്പ് വേണമായിരുന്നു. അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പണി തന്നതാണ്. എനിവേ, യു ഷുഡ് ബി ഹാപ്പി ആൻഡ് ഇൻകോമ്പാറ്റബിൾ റിലേഷൻ എൻഡഡ്. ഇതൊക്കെ നിങ്ങൾ ഒരു വെൽവിഷറായിട്ട് ഇൻകോമ്പാറ്റബിൾ റിലേഷൻഷിപ്പൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞോ ഇൻകോമ്പാറ്റബിൾ റിലേഷൻഷിപ്പാണ്? അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ പറയണോ വെൽവിഷറാണ്, ചിലർ പറയണോ ഞാൻ ബ്രദറായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ചില സമയത്ത് നിങ്ങൾ തന്നെ ഓരോന്ന് പറയേണ്ടത്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരേ പേരിൽ ഒരാൾ തന്നെ കമൻറ്റ് ചെയ്യുക, പല ആൾക്കാർ കമൻറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വിരോധാഭാസങ്ങൾ ഉണ്ടാവാണ്ടിരിക്കും. ഓക്കെ. എലിസബത്ത് വാസ് ഫിക്സേറ്റഡ് ഓൺ മീ ആൻഡ് വാസ് മേക്കിംഗ് വീഡിയോസ് അബൌട്ട് മൈ കമൻറ്റ്സ്. സീരിയസ്ലി ഞാൻ ഫിക്സേറ്റഡ് ആണ്. നിങ്ങളുടെ കമൻറ്റ്സ് മാത്രം ഞാൻ നോക്കിയിട്ട് നടന്നിരുന്നത്.
സീരിയസ്ലി. കാരണം നിങ്ങളാണ് ഇത്ര പേഴ്സണലി ഉള്ള കമൻസ് ഇടുന്നത്. ആദ്യം ഒരാളിട്ടുണ്ടായിരുന്നു, ആ കമൻറ്റ് ഞാൻ കണ്ടിരുന്നത്, അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ പല ആൾക്കാരും ഓൾറെഡി ഞാൻ ചെയ്യണേണ്ട മുമ്പ് ആ വീഡിയോകളൊക്കെ ചെയ്ത കാരണമാണ് അയാളിനെ വിട്ടത്. ഓൾറെഡി അത് അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഓൾറെഡി അതൊക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. ആരുടെ ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റുകൾ കണ്ടത് കണ്ടിന്യൂസ് ആയിട്ട്. അതും ഇപ്പോൾ കുറച്ച് നിങ്ങളുടെ വാക്കിലൊക്കെ കുറച്ച് ശുദ്ധി വന്നിരിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഭയങ്കര വൃത്തികേടായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ നിങ്ങളുടെ കുറച്ച് ഡിലീറ്റഡ് ആയിട്ടുള്ള കമൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ വുമൻ കാർഡ്, പ്രഗ്നൻസി കാർഡൊക്കെ പിന്നെ ഇറക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും അത് ഇറക്കാൻ പാടില്ല, അവർക്ക് മാത്രമുള്ള കുത്തകയാണത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഓക്കെ ടു ഗെറ്റ് വൺ ബാഡ് കമൻറ്റ് അബൌട്ട് ഹെർ. നിങ്ങൾ എൻ്റെ 100 കമൻറ്റും എനിക്ക് വേണ്ടിയിട്ടിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യുക? മറ്റേത് 100 ആൾക്കാരാണ് 100 കമൻറ്റ് ഇട്ടുകൊണ്ട്, പക്ഷേ നിങ്ങൾ ഒരാളിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യണം. ഇസ് ഷീ ദ വൺ ഹു ഹാസ് ഫീലിങ്സ് ആൻഡ് ഡിഗ്നിറ്റി? ബാക്കിയുള്ളവർക്കൊന്നും ഡിഗ്നിറ്റി ഇല്ല, എനിക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതും. അതുപോലെ തന്നെ ഇനി ഈ വീഡിയോ ഇത്ര പേടിച്ചിട്ട് നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഇനി ഇതൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചത്. ഡിഗ്നിറ്റി ഇല്ലാത്ത ആൾക്കാർ പലതും ചെയ്യും, അത് മാത്രമല്ല ചിലപ്പോൾ കൊല്ലും ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അതിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം. All over your investigation skill is excellent. You should join CBI. I am an average wrong. I support him, my love unconditional.